അല്ല ഏൽക്കില്ലേ എന്ത് തോന്നുന്നു? ഏറ്റിട്ടുണ്ട്, പക്ഷെ ഫലം ഓപ്പോസിറ്റ് ആയിരിക്കും. ആണോ? എന്നാലേ ഒരു തുള്ളിവിടെ വീഴ്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിച്ചാലോ? അയ്യോ, ഡബിൾ ചളമാവും. പറയാൻ ഉദ്ദേശിച്ച പല ഡയലോഗ്സും വിട്ടുപോയി. അതും കൂടെ കാച്ചിരുന്നെങ്കിലേ ഞാൻ ആ ഒറ്റ ഒന്നുകൂടെ വിട്ടിട്ട് ഡിമ്മെന്ന് വരാം. എന്നെ നാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം നിർബന്ധമാണോ ശിവന്? കുളമായോ? സ്മോൾ അടിച്ചാൽ അതും കുഴപ്പം, അടിച്ചില്ലേ പുല്ല് നാക്കിലൊന്നും വരികയില്ല. ഇത് വെച്ചോ. പിന്നെ ഞാൻ ഹോട്ടൽ ഗ്രീൻസിലെ ജെയിംസിനോട് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പണിയവൻ ശരിയാക്കി തരാതിരിക്കില്ല. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ. വേറൊന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഞാനുണ്ട് മേജർ സാറിന്റെ വീട്ടിലേക്ക്. എനിക്ക് കോഴി എടുക്കണം. പെണ്ണിനിപ്പോ തകർത്ത കച്ചവടമല്ലേ. നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ കണ്ട ഹോട്ടലിൽ അടുക്കള ഇറങ്ങുക. കേറ്. ആ, കാപ്പി വേണമാ ഗ്ലൂക്കോസ് വേണമോ? ഒന്നും വേണ്ട. என்னடா முத்து, இங்க பாருடா, உனக்கும் லட்சுமிக்கு சண்டையா? உங்களை இப்ப ஒன்னா பார்க்க முடியலையே. சண்டையா നിങ്ങൾക്ക് എന്താ? രാജപ്പ, ശിവണ്ണനെ பார்த்தா அந்த பொண்ணுக்கு ஒரு கிறுகிறுப்பு, அதை நீ கவனிச்சிருக்க? അതിനെന്താ, ഒരു മിന്നി കെട്ടാൻ പുള്ളി തയ്യാറായാൽ അവക്കും കുടുംബത്തിനും നല്ലതല്ലേ? அப்படியாவது அவர் இந்த ஊர்ல இருக்கட்டும், அது நமக்கு நல்லது. ഞാനിവിടെ ഹോളിഡേ ആഘോഷിക്കാൻ വന്നതല്ല. 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരല്ലേ? പറ്റില്ല ശേരേട്ടാ, രണ്ടുപേർക്ക് ലീവ് ഉണ്ടായിട്ടല്ല, ഇതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വന്നേ ഉള്ളൂ. കൂടെ കൂട്ടി ചെന്നാലേ ഇവളായിട്ടുണ്ടാക്കിയ നാണക്കേട് മാറിക്കിട്ടു. ഇപ്പൊ കൂടെ വരാൻ ഡാഡി എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് കഴിയില്ല. നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ഡാഡി വെറുതെ വാശി പിടിക്കരുത്. എന്താടി, ആരുടെ വാശിയെ ജയിക്കാൻ പോകുന്നെന്ന് നിനക്ക് കാണണോ? അനിമോളെ, ബഹളം വെച്ച് പുറത്തുള്ളവരെ കൂടെ അറിയിക്കണം. എന്തായി? കുഴപ്പാ, അവസാനത്തെ ആയുധം പ്രയോഗിക്കട്ടെ. അതിന് സമയമായൊന്ന് 2 വട്ടം ചിന്തിക്കണം. കറക്റ്റ് ടൈമിലെ കാച്ചാവും. കാച്ചിയെ കാച്ച പോലെ ഇരിക്കണം. ആട്ടെ, എന്തായി തുറപ്പിച്ചിട്ട്? ഉണ്ട്. എടാ ചെറുക്ക, നീ എന്താ ഇവിടെ? ഞാൻ കാത്തുക്കായിരുന്നു നിന്നെ കാണാൻ. എന്താ? നിക്കേ, എനിക്കിന്നോട് സംസാരിക്കാനുണ്ട്. നിനക്ക് അയാൾ ഇഷ്ടാ, ആ ശിവനെ? അയാൾക്ക് തിരിച്ചോ? അതും എന്ന് അയാൾ പറഞ്ഞോ? ഇല്ല, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ, എന്നാണത് പറയില്ല. അഥവാ പറഞ്ഞാൽ തന്നെ അത് കള്ളായിരിക്കും. ആ മേജർ സാറിന്റെ മകളും അയാൾ തമ്മിൽ ഇഷ്ടാ. എന്നിട്ട് നിന്നോട് ഇഷ്ടം കാണിക്കുകയാണെങ്കിലേ അത് ചതിക്കാനാ. എടാ, നാക്ക് പുഴുത്തു പോകുന്നിന്റെ. കള്ളം കള്ളം പറയാ. എടി പെണ്ണെ, കുട്ടിക്കാലത്ത് ആരോ കളി പറഞ്ഞ എന്റെ കാതിൽ ഇപ്പോഴും ഉണ്ട്. മുത്തുവിന്റെ പെണ്ണ ലക്ഷ്മിന്ന്. വളർന്നോടൊപ്പം അതെന്റെ മനസ്സിൽ ഉറച്ചുപോയി. പറ, എന്റെ പെണ്ണല്ലേ നീ? എന്റെ മാത്രം. കള്ളം പറഞ്ഞ എന്നെ ആ മനുഷ്യനെ നകറ്റാൻ നോക്കല്ലേ? ഈ അതെല്ലാം സത്യമാണേലും നിന്റെ കൂടെ പൊറുക്കാനൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഒരിക്കലും അത് ഉണ്ടാവില്ല, സത്യം. എത്രയോ മോഹിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വിടില്ലേടി. എടോ നീ എനിക്കിഷ്ട ഒരുപാട് ഒരുപാട്. എന്റെ പെണ്ണാ നീ, എന്റെ മാത്രം.
ഇതെന്തിനാന്നറിയാലോ? ഒരു പെണ്ണിന്റെ ജീവിതമാണ് നീ നശിപ്പിച്ചത്. നിന്നെ തല്ലരുത്, എന്നെ തല്ലരുത്. മിണ്ടരുത്. നീ മറ്റൊരു രംഗനാവുന്നോടാ. കൊന്നോളാം ഞാൻ. ഇല്ല, ലക്ഷ്മി, ലക്ഷ്മി എന്റെ. ലക്ഷ്മിയുടെ കഴുത്തി കെട്ടാനാ. അറിയാതെ ചെയ്തു പോയ തെറ്റിന് അവിടെ കാലിൽ വീണ് മാപ്പ് പറയും ഞാൻ. എന്നിട്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ. സത്യമാണോ നീ പറയുന്നത്? അതെ, അവളെ ചതിക്കില്ല. പയ്യോ, നീ ഇപ്പൊ അവിടെ കാണണ്ട. ഞാൻ സംസാരിക്കാം അവളോട്. ലക്ഷ്മി, പറയുന്നത് കേൾക്കൂട്ടി. മനഃപൂർവ്വം നിന്നെ ചതിക്കാൻ വേണ്ടി ചെയ്തല്ല അവൻ. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ തന്നെ അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. സ്നേഹം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തോട് മാത്രമല്ല. എന്താ അവനൊരു കുറവ് പറയാൻ? ഒരു ദുശീലവും അവന്റെ കയ്യിലില്ല. അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. നടന്നത് 4 ആളറിയാതെ എത്രയും പെട്ടെന്ന് കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. എന്താ? നോക്ക്, നിന്റെ പ്രയാസം നീ കരഞ്ഞു തീർക്കാന്നല്ലാതെ അച്ഛൻ അറിയാൻ ഇടവരരുത്. പാവം മനുഷ്യന്റെ നെഞ്ചു പൊട്ടും. എന്താ നീ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണം? എല്ലാം നിങ്ങൾ തീരുമാനിക്കല്ലേ. ഒന്നോർത്തോളൂ, എനിക്കുണ്ടൊരു ചെറിയ മനസ്സ്. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു ജീവിതം. അതെല്ലാം അങ്ങനെ എളുപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല. അനുചേച്ചി, അനുചേച്ചി പോകുവാ? ആര് പറഞ്ഞു? അനുചേച്ചി എവിടെ പോകുന്ന? ഡൽഹിക്ക് കൊണ്ടുപോവാനല്ലേ അവരൊക്കെ വന്നിരിക്കുന്ന. ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പറ്റിക്കാൻ പറയാ പോവില്ലാന്ന്. എന്റെ പൊന്നു പിള്ളേരെ, അനുചേച്ചി പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എങ്ങും പോവില്ല പോവില്ല പോവില്ല. എന്താ വിശ്വാസമില്ലേ? കുറച്ചൊക്കെ വിശ്വാസായി. അത്ര വിശ്വാസേ ചേച്ചിക്കുള്ളൂ. ഇനി ചെല്ലേ, ചേച്ചിക്ക് കുറച്ച് ലോൺലി ആയിട്ടിരിക്കണം. ഓക്കെ? ആ, തന്നെ ഒന്ന് തനിച്ചിട്ടാ നടക്കായിരുന്നു ഞാൻ. കുറച്ച് സംസാരിക്കാം. എന്റെ കയ്യിൽ നിന്ന് തെറ്റ് വന്നു എന്ന് ഞാൻ സമ്മതിക്കാം. പാസ്റ്റ് ലൈഫിൽ ഞാൻ സാമാന്യം നല്ലൊരു ഫ്ലേർട്ടാണ്. എന്റെ സറൗണ്ടിങ്സ് അങ്ങനെ ആയിപ്പോയി. അതൊക്കെ നമുക്ക് വിടാം. തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. മറ്റൊരു പെണ്ണിന്റെ മുമ്പിൽ ഞാനിങ്ങനെ കൺഫസ് ചെയ്യൊന്നുമില്ല. ഇനിയുള്ള ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം, തനിക്ക് വേണ്ടി. ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? സംതിങ് ലൈക്ക് ദാറ്റ്. ചിലപ്പോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലേ? ഇല്ലെങ്കിലോ? പലതും സഹിച്ച് കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കണം അല്ലേ? എന്നെ വിട്ടേക്കരുൺ. എനിക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. തുറന്നു പറഞ്ഞാ ഐ ഡോണ്ട് ലൈക്ക് യു. എടി പുല്ലേ, നീ വലിയ ആളയമയല്ലേ? അതിനതൊക്കെ ഒന്നും നിന്റെ കയ്യിലില്ല. എന്തോ ഒരു അട്രാക്ഷൻ എവിടെ എനിക്ക് തോന്നി. ഞാൻ ആഗ്രഹിച്ച കിട്ടാൻ എനിക്ക് പല വഴികളുമുണ്ട്. നീ വെറും ഒരു പെണ്ണാണെന്ന് നിനക്ക് ബോധ്യം വരികയാണ് ആദ്യം വേണ്ടത്. അതിനേ അല്ലേ പയ്യോൾ, എന്ത് ബോറാ ഇഷ്ടായത്. പരാക്രമം പെമ്പിള്ളേരിലല്ല വേണ്ടതെന്ന് ആരോ പറഞ്ഞത് കേട്ടിട്ടില്ലേ? കഷ്ടം, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യേ. ചേച്ചേ, പോട്ടെ, സാരല്ല. ഒരിക്കലൊക്കെ ആർക്കും ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷെ 2ാം വട്ടം കൈമുക്കിയാവുന്നല്ല പേട കിട്ടാൻ പേട. ശിവൻ, എന്താ ഇത്? നിർത്ത. ഇവനെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ലടോ, വലിയ കൊമ്പത്തെയാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിട്ട് വന്ന ഈ ചെറുക്കനാ. ശിവൻ, ഷട്ട് യുവർ മൗത്ത്. താൻ പരിധി വിട്ട് പെരുമാറുന്നു. മേജർ സാർ എന്താ ഉണ്ടായെന്ന് അനിയോട് ചോദിച്ചു നോക്ക്. എനിക്ക് എക്സ്പ്ലനേഷൻ വേണ്ട. താൻ പോണം. എന്റെ മുമ്പിൽ നിന്ന് പാൻ. മിണ്ടരുത്. ശിവനോടാ പറഞ്ഞത്, എന്റെ കൺവെട്ടത്ത് തന്നെ കാണരുത്. ഓക്കെ സാർ, ഓക്കെ. കേൾക്കാനുള്ള മനസ്സാന്നിധ്യം സാറ് കാണിക്കാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ശിവൻ അങ്കിൾ, ശിവന്റെ കൂടെ എന്നെ കൂടി പോകാൻ അനുവദിക്കണം. അനിത, എന്താ നിനക്ക്? ഇല്ലെങ്കിൽ അച്ഛനായിരുന്നു ചൂണ്ടിക്കാണിക്കാനില്ലാതെ എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരും. ശിവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുകയാണ്. മോളെ, നീ. അതെ അങ്കിൾ. എന്താ ഇത്? താൻ എന്തായി പറയുന്നേ? എന്താ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ? ഓർമ്മയില്ലേ അന്ന് മഴയത്ത് കുന്നിൻ ചെരുവിലൂടെ? ഏത് കുന്നൻ ചെരുവ്? ഏത് മഴ? പോക്കിരുത്തം പറയരുത്. ശിവൻ, നിങ്ങൾ എസ്കേപ്പ് ചെയ്യാനുള്ള ഭാവ?
ബോധ്യമാവുന്നൊരു കാരണം എന്റെ ഡാഡിയോടും മമ്മിയോടും പറയാൻ നിങ്ങൾ പറഞ്ഞില്ലേ? അല്ല അതിനിങ്ങനെ ഇതൊരുമാതിരി മേജർ സാർ ഈ അനിത അനിമോളെ എന്താ പറ്റിയ നിനക്ക്? ലീല പെട്ടെന്ന് റെഡി ആയിക്കോളൂ. എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഈ അവസരത്തിൽ ഏതവസരം? നമ്മൾ തിരിച്ചു പോകുന്നെന്ന്. വന്നത് മോളെ കാണാനും കൂടെ കൊണ്ടുപോകാനുമായിരുന്നില്ലേ? ഇപ്പൊ ആ മോള് മരിച്ചെന്ന് മനസ്സിലാക്കി ഇരിക്കപ്പെണ്ടാൻ വെച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. ഐ എം സോറി മൈ സൺ. ഞാൻ നിന്നോട് അപ്പോളജൈസ് ചെയ്യുന്നു. ഇങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ ശേഖരേട്ടൻ ഒന്നും പറയണമെന്നില്ല. ഇത്രയും കൊണ്ടെത്തിച്ച എന്നെ ധാരാളമായി. എന്റെ ഡിസിഷൻസ് എല്ലാം പെട്ടെന്നായിരിക്കും, അതുപോലെ ബോൾഡും. താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഇതിൽ കൂടുതൽ ഒരച്ഛനെ ശിക്ഷിക്കാനില്ലല്ലോ. ഒരപേക്ഷയുണ്ട്, ഒരിക്കൽ പോലും തമ്മിൽ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കരുത്.